അതുപോലെ തന്നെ ഞാൻ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് ഈ മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വേരിന് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഈ ഒരു ആംഗിളിൽ നിന്ന് വേണം, ഇങ്ങോട്ടാണ് വേരുകൾ വരുന്നത്. അപ്പോൾ ആ വേരുകൾ വരുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും നമ്മൾ മുള്ളു കുത്തി കൊടുക്കാൻ. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മുടെ വേര് ചീഞ്ഞു പോകാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, വേരടികളുണ്ടാകും, അതുപോലെ തന്നെ തട്ടമുറിച്ചിലുണ്ടാകും. എല്ലാവർക്കും റോഡ്നസസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിസംബർ മാസത്തിലെ ഏലകൃഷിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് മുള്ളു കുത്തുക, അതുപോലെ തന്നെ നമ്മൾ മണ്ണിടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൂടുതൽ കർഷകർ നമ്മളിപ്പോൾ പറയുന്നൊരു കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വർഷം മുള്ളു കുത്തിയതാണ്, അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ഇളക്കി വിട്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ മണ്ണിട്ടതാണ്, കഴിഞ്ഞ വർഷം കിളച്ചതാണ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് മണ്ടയിലത്തെ മണ്ണിൽ മാത്രമേ തറപ്പുള്ളൂ, താഴേക്ക് പോകുമ്പോഴത്തേക്ക് നല്ലപോലെ ലൂസായിട്ടുള്ള മണ്ണാണ്. അങ്ങനെ പല കാരണങ്ങളും നമ്മുടെ കർഷകർ എപ്പോഴും പറയാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏലകൃഷി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് പോലെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ലപോലെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ എവിടെയാണ് ആ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴാണ് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിൽ ഏത് സമയത്ത് ബിസിനസ്സിന് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കുന്ന കാര്യം. പക്ഷേ നമ്മുടെ ഏലകൃഷിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ കർഷകരൊക്കെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളം ചെയ്യുന്നു, അതുപോലെ തന്നെ ഫോളിയറുകൾ കൊടുക്കുന്നു, പെട്ടെന്ന് കായ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെപ്പോഴും ചെയ്യുന്നത് നമുക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളെപ്പോഴും കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ചെടിക്ക് എന്താണ് ആവശ്യം, ചെടിക്ക് ഈ സമയത്ത് ഇപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ ആ ഒരു രീതിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിൽ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തിലെ വീഡിയോയിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞിരുന്നു, നമുക്ക് ഈ മാസമാണ് നമുക്ക് നല്ലപോലെ കായ എടുക്കേണ്ട മാസം, നമുക്ക് കൂടുതലായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട മാസം, അല്ലെങ്കിൽ ഫോളർ കൊടുക്കേണ്ട മാസം. ഇതൊക്കെയാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞാണ് നമ്മൾ വീഡിയോ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് ഈ മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വേരിന് എന്ന് പറയുന്നത്. ചെടികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു വീട് പണിയുവാണ്. നമ്മളൊരു വീട് പണിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആ വീടിൻ്റെ പുറത്തെ സ്ട്രക്ചറാണ് അല്ലേ. ആ വീടിൻ്റെ പുറത്തെ ഭംഗിയാണ് നമ്മളെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ആ വീട് നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ അടിത്തറയിലാണ്. അതിൻ്റെ അടിത്തറയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു ബലമില്ലെങ്കിൽ, അതിനുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും ആ വീട് ലാസ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏലകൃഷിയുടെ കാര്യത്തിൽ. നമ്മുടെ വേര്, ഏലകൃഷിയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട കാര്യമെന്ന് പറയുന്നത് വേരാണ്. നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടതും വേരിന് തന്നെയാണ്. ഫോളിയാർ വളം കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. എപ്പോഴും നമ്മുടെ വേരിൻ്റെ ആരോഗ്യസ്ഥിതി, അതുപോലെ തന്നെ വേരിൻ്റെ ഇനിഷ്യേഷൻ, ഞാൻ പറഞ്ഞായിരുന്നു ജനുവരി മാസവും അതുപോലെ തന്നെ ജൂൺ മാസവുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേര് ഇനിഷ്യേറ്റ് ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന ജനുവരി മാസമാണ്. അപ്പോൾ ആ മാസത്തിന് മുന്നോടിയായിട്ട് നമ്മൾ വേര് ഇനിഷ്യേറ്റ് ആവാനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മളറിയാം, ഇത്രയും മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് പലതരത്തിലുള്ള മണ്ണാണ് നമ്മൾ ഇടുക്കി ജില്ലയിലുള്ളത്. കൃഷി ചെയ്യുന്ന പലതരത്തിലുള്ള മണ്ണാണ്. ചിലത് ചരൽ മണ്ണാണ്, ചിലത് ഭയങ്കരമായിട്ടുള്ള ചെളി മണ്ണാണ്. അപ്പോൾ ഇങ്ങനത്തെ മണ്ണുകളിലൊക്കെ ഒരു മഴ കഴിഞ്ഞ് ഒരു വെയിലടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണ് തറയ്ക്കും, അല്ലെങ്കിൽ മണ്ണിന് കട്ടിയാവും. നമുക്കറിയാം, നമ്മുടെ ഏലം എന്ന് പറയുന്ന ചെടികളുടെ വേര് നമുക്കറിയാം തലത്തിലൂടെയാണ് കൂടുതലും ആ വേരുകൾ സഞ്ചരിക്കുന്നത്. ഫൈബ്രസ് റൂട്ട് എന്നൊക്കെ നമ്മൾ പറയും, ഷാലോ ആയിട്ടുള്ള ഫൈബ്രസ് റൂട്ട്, അധികം ഡെപ്തിലേക്ക് പോകത്തില്ല. ഇപ്പം നമ്മുടെ കുരുമുളകിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുരുമുളകിനും ഇതേപോലത്തെ തന്നെയാണ് വേരാണുള്ളത്. പക്ഷെ നമ്മുടെ കാപ്പിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കാപ്പിക്ക് കൂടുതലും അടിയിലേക്കാണ് അതിൻ്റെ കട്ടിയുള്ള വേരുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം വളത്തിൻ്റെ ആവശ്യമില്ല, മണ്ണിൽ തന്നെ ആ വളങ്ങളൊക്കെ വലിച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ തേയിലയുടെ കാര്യത്തിൽ പോകുമ്പോൾ തേയിലയുടെ ആണെങ്കിലും വേരുകളെന്ന് പറയുന്നത് കൂടുതലും അടിയിലേക്ക് പോകുന്ന വേരുകളാണ്, തനിയെ വളം വലിച്ചെടുക്കുന്ന വേരുകളാണ്. പക്ഷെ നമ്മുടെ ഏലത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ടോപ്പ് സോയിൽ, നമ്മുടെ ഉപരിതലത്തിലൂടെയാണ് കൂടുതലും വേരുകൾ സഞ്ചരിക്കുന്നത്. അപ്പം ടോപ്പ് സോയിലിൽ നല്ല സോയിൽ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് വളരാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, ഭയങ്കര കട്ടിയുള്ള മണ്ണാണ്, അല്ലെങ്കിൽ വളങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഈറേഷൻ, മെയിനായിട്ടുള്ള നമുക്കൊരു കാര്യമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാർ മാത്രമല്ല, നമ്മുടെ ചെടികളും നല്ലപോലെ ശ്വസിക്കുന്നുണ്ട്. അപ്പം അതിനും ഓക്സിജൻ കിട്ടണമെങ്കിൽ ഈ മണ്ടയിലത്തെ മണ്ണ് അധികം ടൈറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്രയും മഴ പെയ്തതുകൊണ്ട് പല തോട്ടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം അടിയിലേക്ക് ഇറങ്ങി പോകണമെങ്കിലും നമ്മുടെ മണ്ണിന് അത്യാവശ്യം പോർ സ്പേസ് എന്നൊക്കെ പറയും, അത്യാവശ്യം ആ ഒരു സ്പേസിങ് ഇല്ലെങ്കിൽ മണ്ണ് ആ മണ്ടത്തന്നെ നിന്ന് പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മുടെ വേര് ചീഞ്ഞ് പോകാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വേരടികളുണ്ടാകും, അതുപോലെ തന്നെ തട്ടമുറിച്ചിലുണ്ടാകും, അഴുകിൽ തന്നെ കൂടാനുള്ള ഒരു വലിയ സാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഈ വെള്ളം വലിഞ്ഞു പോകണമെങ്കിലും നമുക്ക് ഈ മണ്ണിൻ്റെ ഒരു ലൂസ്നെസ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഇത്രയും പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മുള്ളു കുത്തുമ്പോൾ അല്ലെങ്കിൽ മുള്ളിടുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ചെടിക്ക് നമ്മൾ വേണ്ട കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി
അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെടിക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത്, ഈ മാസം ഇതാണ് വേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ചെടി തനിയെ നമുക്ക് ഔട്ട്കം തന്നുകൊള്ളും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വേരാണ്. അപ്പോൾ വേര് ഇനിഷ്യേറ്റ് ആവാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുള്ളു കുത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുള്ളു കുത്തുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കുത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ചെടിക്ക് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് നിന്നു നമുക്കറിയാം വേരുകൾ എപ്പോഴും നമുക്കൊരു വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിയാണ് വരുന്നത്. നമ്മൾ ഒരിക്കലും അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് നമ്മൾ ഇങ്ങനെ കുത്തുന്ന രീതിയിൽ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അധികമായിട്ട് തന്നെ വേരുകൾ നല്ലപോലെ പൊട്ടിപ്പോവും. പലപ്പോഴും തോട്ടങ്ങളിലൊക്കെ പണി ചെയ്യാൻ വരുന്നത് ഹിന്ദിക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് നിന്ന് ഭയങ്കരമായിട്ട് കുത്തി ഇളക്കി വേര് പൊട്ടിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഈ ഒരു ആംഗിളിൽ നിന്ന് വേണം, ഇങ്ങോട്ടാണ് വേരുകൾ വരുന്നത്. അപ്പോൾ ആ വേരുകൾ വരുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും മുള്ളു കുത്തി കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കുത്തുമ്പോഴും നമുക്ക് നമ്മുടെ വേരുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കുത്തുമ്പോഴത്തേക്ക് കുത്തി ഇളക്കി മറിക്കാൻ പാടില്ല. ജസ്റ്റ് ലൂസ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അധികം വേര് പൊട്ടത്തില്ല. അധികം വേര് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ണിലുള്ള നിമാവിര പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫിസേരിയം പോലെയുള്ള ഫംഗൽ രോഗങ്ങൾ, അഴികൾ പോലുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുള്ളു കുത്തി ലൂസാക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് തന്നെ നല്ലപോലെ വേരുകൾ ഉണ്ടാവുകയും പൊടിവേരുകൾ നല്ലപോലെ അടിക്കുകയും നമ്മുടെ മണ്ണിലുള്ള വളങ്ങളെ, മൈക്രോന്യൂട്രിയൻസിനൊക്കെ നല്ലപോലെ നമ്മുടെ ചെടികൾ വലിച്ചെടുക്കുകയും അതുവഴി നമ്മുടെ ചെടികൾ നല്ലപോലെ മെച്ചപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുത്തുന്നത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അത്യാവശ്യം ഇവിടെ നിന്ന് ക്ലിയർ ആക്കി ഇവിടെ നിന്ന് ഒരടി അല്ലെ 3/4 അടിയിൽ 1 അടി മാക്സിമം ആ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ വിട്ട് കണ്ടോ, നമ്മൾ ഈ ഒരു 3 കുത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ മണ്ണ് ലൂസാകുന്ന രീതിയിൽ നമുക്കൊന്ന് കുത്തി വിടാൻ പറ്റും. അധികം വേര് പൊട്ടാതെ ജസ്റ്റ് ഒന്ന് നമ്മളതിനെ ലൂസ് ചെയ്ത് വിട്ടതേ ഉള്ളൂ. ഇത് നമ്മൾ രണ്ടാമത് കുത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ രണ്ടാമത്തേത് കുത്താൻ. നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ മണ്ണ് ലൂസാവുകയും അതുവഴി നല്ലപോലെ നമുക്ക് വേര് ഇനിഷ്യേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തല്ലി അളിച്ചുള്ളൊരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വേരുകളൊക്കെ പുറത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേരുപടലങ്ങളൊക്കെ നല്ലപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ചെടികളെല്ലാം നിൽക്കുന്നത്. ചെടികളിലേക്കാണെങ്കിൽ നോക്കുമ്പോൾ പോലും അത്യാവശ്യം വേരുകളൊക്കെ തന്നെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും മഴ പെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒലിച്ച് പോകുകയും പ്രത്യേകിച്ച് നമ്മുടെ ഇറക്കം പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ മേൽമണ്ണ് നല്ല രീതിയിൽ ഒഴിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണ് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേനൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ വേരുകൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം നമ്മളിപ്പോഴും സ്ട്രെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രെസ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിസേരിയം പോലുള്ള രോഗങ്ങൾ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നെമറ്റോഡ് പോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെടികളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മണ്ണിടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ലപോലെ ഒന്ന് മണ്ണ് വിരിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മളിപ്പോൾ ഈ കിഴങ്ങിലേക്ക് നമ്മൾ ഈ മണ്ണിടുമ്പോഴത്തേക്ക് ഈ കിഴങ്ങിൻ്റെ ഒരു പകുതി എന്ന രീതിയിൽ ഇത്രയും നമ്മൾ കയറ്റിയിടാൻ ഒരിക്കലും പാടില്ല. ഈ ഒരു കിഴങ്ങിൻ്റെ പകുതി നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇതാണ് നമുക്ക് പൊട്ടി വരുന്ന ശരങ്ങൾ. ഈ ശരത്തിൻ്റെ അടിയിൽ നമ്മൾ പരമാവധി നമ്മൾ മണ്ണിടുന്നത് നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഏക്കറേജ് അല്ലെങ്കിൽ വലിയ തോട്ടങ്ങളൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് മണ്ണിടാനും അതുപോലെ തന്നെ മുള്ളു കുത്താനും എന്നുള്ള ഒരു സമയം നമുക്കുണ്ടാകുന്ന വരത്തില്ല. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അഴുകിപ്പോയ അകത്തുള്ള കിഴങ്ങുകൾ അല്ലെങ്കിൽ ഒടിഞ്ഞു കിടക്കത്തട്ടുകളുടെ കിഴങ്ങുകളൊക്കെ ഒന്ന് കുത്തിയെടുത്ത് കളയുകയും അതുപോലെ തന്നെ ആ അകത്തേക്ക് മണ്ണിട്ട് അതൊന്ന് ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ മണ്ണിടുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ജൈവവളങ്ങളൊക്കെ തൂക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ NPK കൺസോർഷ്യം അതുപോലത്തെ ഉള്ള ഒരു നല്ലൊരു കൂട്ട് ഞാൻ നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജൈവവളക്കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മൾ വളം ഇടുമ്പോഴത്തേക്ക് ചുമ്മാ ഇങ്ങനെ വര പോലെ ഇങ്ങനെ ഇട്ട് ചുമ്മാ ഇട്ട് വിടരുത്, കട്ടിക്കിട്ട് വിടരുത്. ഒരു വട്ടത്തിൽ പരമാവധി നമ്മൾ വിതറി ഇടാൻ വേണ്ടി നോക്കണം. നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് കിടക്കുന്ന പോലെ നമ്മൾ ഇട്ട് വിടാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിഫോമായിട്ട് മണ്ണിൽ നല്ലപോലെ സ്പ്രെഡ് ആവുകയും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മേൽമണ്ണിലാണ് നമുക്ക് കൂടുതലും വളങ്ങളുള്ളത്.
കൂടുതൽ വളങ്ങൾ വേണ്ടത്. അപ്പം ആ രീതിയിൽ വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ നമുക്ക് ബെറ്ററായിട്ട് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ വിരിച്ചിടുന്നതിൻ്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം വേരുകൾ എപ്പോഴും റണ്ണിങ് ആണ്. എവിടെയാണോ വളമുള്ളത് അങ്ങോട്ട് വേരുകൾ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ രാസവളം കലക്കി ഒഴിക്കുമ്പോഴാണെങ്കിലും ഒരു കണക്ഷനും അകത്തൊഴിക്കാതെ അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കുമ്പോഴും ചെടിക്ക് പുറത്തൂടെ പരമാവധി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ആ വേരുകൾ എങ്ങോട്ടാണ് വളമുള്ളത് അവിടെ ചെന്ന് ആ വളങ്ങളെ വലിച്ചെടുക്കാനുള്ള ഒരു സ്വഭാവം കൂടെ നമ്മുടെ വേരുകൾ കാണിക്കും. നമ്മൾ മണ്ണിടുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മണ്ണിടുക. നമ്മൾ ഇനി അടുത്ത് നമുക്ക് വരാൻ പോകുന്നൊരു കഠിനമായിട്ടുള്ള വേനലായിരിക്കും. അപ്പോൾ ആ വേനലിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടുന്നൊരു ഒരിക്കലും എക്സ്ക്യൂസ് പറയാതെ നമ്മൾ ഈ വർഷം മണ്ണിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് വേണ്ടവർക്കൊക്കെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഈ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.